ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. ബഹിരാകാശ പര്യവേക്ഷണ യാത്രയിൽ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. ISROയുടെ സ്പേഡെക്സ് ദൌത്യം വിജയം. സ്പേഡെക്സ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിലൂടെ കൂട്ടിച്ചേർത്ത ഇരട്ട ഉപഗ്രഹങ്ങളെ വിജയകരമായി വേർപെടുത്തിയതിലൂടെയാണ് ISRO പുതുചരിത്രം കുറിച്ചത്. സ്പേഡെക്സ് അൺഡോക്കിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ISROയെ കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. വയനാട് ദുരന്തബാധിതരായവരുടെ പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് നിർമ്മിക്കുന്നതിന് നെടുമ്പാല എസ്റ്റേറ്റ് ഉടൻ ഏറ്റെടുക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റാണ് പരിഗണിക്കുന്നതെന്നും സ്ഥലം തികയാതെ വന്നാൽ മാത്രമേ നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന കാര്യം പരിഗണിക്കൂവെന്നും സർക്കാർ വ്യക്തമാക്കി. വയനാട് മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി 2025-26 സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിനിരയായ അവസാന വ്യക്തിയെയും പുനരധിവസിപ്പിക്കുന്ന വിധത്തിൽ മാതൃകാപരമായി പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം വയനാട്ടിൽ പറഞ്ഞു. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. രാവിലെ 10:15 അടുപ്പുവെട്ട് ചടങ്ങും ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യവും നടന്നു. പൊങ്കാലയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് രാത്രി 9 മുതൽ നഗരത്തിലെ റോഡുകൾ കഴുകി വൃത്തിയാക്കും. ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ കെ കൊച്ച് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരത്തിനടക്കം അർഹനായ കെ കൊച്ചിന്റെ ആത്മകഥ ദലിതൻ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കടുത്തുരുത്തിയിലെ വീട്ടിൽ നാളെ ഉച്ചതിരിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. രക്താർബുദ ചികിത്സയ്ക്ക് വിധേയയായ പെൺകുട്ടി എയ്ഡ്സ് ബാധിച്ച് മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാന സർക്കാരിന് ഉദ്ദേശമുണ്ടോയെന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലും കുട്ടി ചികിത്സ തേടിയിരുന്നു എന്നതിനാൽ ഇവിടെയുള്ള രക്തപരിശോധനാ സംവിധാനങ്ങളെക്കുറിച്ചും വിശദമായ റിപ്പോർട്ട് നൽകണം. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം തുറക്കും. മറ്റന്നാൾ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 19 വരെ എല്ലാ ദിവസവും വിശേഷാൽ പൂജകളടക്കം നടക്കും. 18ാം പടി ചവിട്ടിയെത്തുന്ന തീർത്ഥാടകർക്ക് മേൽപ്പാലം ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താൻ സാധിക്കുന്ന വിധമുള്ള പുതിയ ദർശന രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ നാളെ മുതൽ നടപ്പാക്കും. ഇടുക്കി വണ്ടിപ്പെരിയാറിലിറങ്ങിയ കടുവയെ കണ്ടെത്താനുള്ള ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. ഗ്രാമ്പി മേഖലയിലെ ചതുപ്പ് നിലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിരീക്ഷണം. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. പാലക്കാട്, മലപ്പുറം, കൊല്ലം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അൾട്രാവയലറ്റ് സൂചികയിൽ ഏറ്റവും ഉയർന്ന തോത് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും ഈ മാസം 16, 17 തീയതികളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി ആശാ പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം കൂടി തുടരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കാർഷിക ഉത്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പുവരുത്തുന്നതിനൊപ്പം താങ്ങാവുന്ന വിലയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നത് കൂടി ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാന തുവരപ്പരിപ്പ് ഉത്പാദക സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് ഇതുവരെ 1.31 ലക്ഷം മെട്രിക് ടൺ തുവരപ്പരിപ്പ് സംഭരിച്ചതായി കേന്ദ്ര കൃഷി മന്ത്രാലയം. ഇത് ഈ സംസ്ഥാനങ്ങളിലെ 89,219 കർഷകർക്ക് പ്രയോജനം ചെയ്യും. ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് സിനിമ, ഡിജിറ്റൽ ലോകം, IT വ്യവസായം തുടങ്ങിയവയുടെ കൂടിച്ചേരലാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ പറഞ്ഞു. നൂതനാശയ സൃഷ്ടാക്കൾക്കായി $1 ബില്യൺ ഫണ്ടിന് രൂപം നൽകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. രാജ്യം നാളെ നിറങ്ങളുടെ ഉത്സവമായ ഹോളി ആഘോഷിക്കും. ഹോളി ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഉത്തരേന്ത്യ. ഇതോടനുബന്ധിച്ച് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യത്ത് ഒരുക്കിയിരിക്കുന്നത്. അതിനിടെ മാർച്ച് 15 നിശ്ചയിച്ച 12ാം ക്ലാസ് ബോർഡ് പരീക്ഷ മാറ്റമില്ലാതെ നടക്കുമെന്ന് CBSE അറിയിച്ചു. ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഹോളിയിലെ വർണ്ണങ്ങൾ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ഈ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ ഊർജ്ജം നിറയ്ക്കുമെന്നും ജനങ്ങൾക്കിടയിൽ ഐക്യത്തിന്റെ നിറങ്ങൾ ചാർത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ശ്രീലങ്കൻ സർക്കാരിന്റെ അടിയന്തര അഭ്യർത്ഥന പരിഗണിച്ച് രാജ്യത്തെ ആശുപത്രികളിലെ അടിയന്തര ക്ഷാമം പരിഹരിക്കുന്നതിനായി ഇന്ത്യ 50,000 ആംപ്യൂൾ ഫ്യൂറോസെമൈഡ് കുത്തിവയ്പ്പിനുള്ള മരുന്ന് കൈമാറി. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝാ ഇന്ന് ശ്രീലങ്കൻ ആരോഗ്യമന്ത്രിക്കാണ് കൈമാറിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുൻപ് പല അവസരങ്ങളിലും ഇന്ത്യ ശ്രീലങ്കയ്ക്ക് വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.